ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വയർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. പിന്നെ 6 mm സൈസിലുള്ള റെഡ് കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 3 mm സൈസിലുള്ള ഗോൾഡൻ കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 എൻഡ് ബീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻഡ് ബീഡ് ഇല്ലാത്തവർ എൻഡ് ടേപ്പ് ഉപയോഗിച്ചാലും മതി. എന്നിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എൻഡ് ബീഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളർ ബീഡ്സ് എടുത്തതുകൊണ്ട് ഗോൾഡൻ കളർ എൻഡ് ബീഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻഡ് ബീഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് എൻഡ് ബീഡിൻ്റെ അറ്റത്തും കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ബീഡ് നന്നായിട്ട് ഒട്ടിയിരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ അറ്റത്ത് കുറച്ച് പശ തേച്ച് കൊടുക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ കുറച്ച് പശ തേച്ചിട്ട് വേണം ആദ്യത്തെ ബീഡ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എൻഡ് ബീഡും ആദ്യത്തെ ബീഡും നന്നായിട്ട് ഒട്ടിയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ബീഡ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് പശ തേച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് 6 mm സൈസിലുള്ള റെഡ് കളർ ബീഡാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 3 mm സൈസിലുള്ള ഗോൾഡൻ കളർ ബീഡാണ്. അപ്പോൾ റെഡ് കളറിന് പകരം നിങ്ങളുടെ ഡ്രസ്സിന് ഏത് കളറാണോ മാച്ച് ചെയ്യുന്നത് ആ കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നെക്സ്റ്റ് ഇട്ട് കൊടുക്കുന്ന ബീഡ് ഗോൾഡൻ കളർ ആയതുകൊണ്ട് ഗോൾഡൻ കളറിൻ്റെ കൂടെ ഏത് കളർ വേണമെങ്കിലും മാച്ചായിട്ട് പൊക്കോളും. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും റെഡ് കളർ, വീണ്ടും ഗോൾഡൻ കളർ, അങ്ങനെ ഒരു പാറ്റേണിൽ നമ്മൾ ഹെയർ ബാൻഡ് മൊത്തം ചെയ്തെടുക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബാൻഡാണ്. ഇതേപോലെ ബീഡ്സ് കോർത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ഹെയർ ബാൻഡ് കിട്ടും. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ എളുപ്പമുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ എളുപ്പത്തിലുള്ളതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ ചെയ്ത് നോക്കുക. അപ്പോൾ ഓണത്തിനൊക്കെ നമുക്ക് പട്ടുപാവാടയുടെ കൂടെ എന്തായാലും മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ബീഡ്സ് കോർത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ ബീഡ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇത്തിരി പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റത്തെ ബീഡ് കയറ്റിയിട്ട് കൊടുക്കുക കേട്ടോ. ഇനി വീണ്ടും കുറച്ച് പശ തേച്ചിട്ട് എൻഡ് ബീഡ് കയറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എൻഡ് ബീഡിൻ്റെ അറ്റത്ത് കുറച്ച് പശ തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.